മക്കളെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ടാൻ ഓഫ് പൈ ബൈ 4 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ ടാൻ ഓഫ് പൈ ബൈ 4 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ എക്സ് ഹോൾ സ്ക്വയർ. ഇങ്ങനെ പ്രൂവ് ചെയ്യണം. ഇത് പ്രൂവ് ചെയ്യാൻ നമ്മൾ മുമ്പ് പഠിച്ച 1-2 കാര്യങ്ങൾ ഓർത്തിരിക്കണം. മുമ്പ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട് മക്കളെ. ടാൻ ഓഫ് പൈ ബൈ 4 പ്ലസ് എക്സ്, ഇതിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നത്? ടാൻ ഓഫ് പൈ ബൈ 4 പ്ലസ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ്. അതുപോലെ ടാൻ ഓഫ് പൈ ബൈ 4 മൈനസ് എക്സ്, ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ടുണ്ട്. 1 മൈനസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് എന്ന്, അല്ലേ? ഈ 2 സബ്സ്റ്റിറ്റ്യൂഷൻസും നമ്മളൊന്ന് ഓർത്തിരിക്കണം. എങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ഇത് ഓർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം നന്നായിട്ട് പെട്ടെന്ന് അങ്ങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഐഡൻറ്റിറ്റീസ് ഓർത്ത് വെച്ചേക്കണം, പഠിച്ചു വെച്ചേക്കണം. ശരി, ഇനി നമുക്കിത് പ്രൂവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, എൽ എച്ച് എസ് എടുത്ത് എഴുതുന്നു. എൽ എച്ച് എസ് എന്താ പറഞ്ഞേക്കുന്നത്? എൽ എച്ച് എസ് ഈക്വൽ ടു ടാൻ ഓഫ് പൈ ബൈ 4 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ ടാൻ ഓഫ് പൈ ബൈ 4 മൈനസ് എക്സ് ഈക്വൽ ടു മുകളിലുള്ള ടാൻ പൈ ബൈ 4 പ്ലസ് എക്സ്, അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ പഠിച്ചത്? അതങ്ങ് എഴുതുക. എന്തായിരുന്നു? 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ്. ഇനി അത് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലെ ടാൻ പൈ ബൈ 4 മൈനസ് എക്സ് ഉണ്ടല്ലോ, ദാണ്ടിത്. അതിന് പകരം അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ദാണ്ടിത്, അതെടുത്ത് അങ്ങോട്ട് കൊടുക്കണം. കൊടുക്കുമ്പോൾ എന്നാ കിട്ടും? 1 മൈനസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് എന്ന് കിട്ടും. ഇവിടെ ഈ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ എന്നുള്ളത് ഞാനിങ്ങനെ മാറ്റി എഴുതിയതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. അങ്ങനെ മാറ്റി എഴുതാം നമുക്ക്. ഈക്വൽ ടു, ഇനി ഒരു കാര്യമുണ്ട്. ഈ രണ്ടാമത്തെ ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് രണ്ടാമത്തതിൻ്റെ റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ഇൻറ്റു 1 പ്ലസ് ടാൻ എക്സ് റെസിപ്രോക്കൽ 1 പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ എക്സ് എന്ന് കിട്ടി. ഇനി നോക്കിയേ, ഇത് 1 പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ എക്സ്, ഇപ്പുറത്തും 1 പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ എക്സ്. ഒരേപോലുള്ള 2 എക്സ്പ്രഷൻ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നു. അപ്പോൾ ഒരേപോലെ 2 എക്സ്പ്രഷൻ മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ സ്ക്വയർ അല്ലേ വരിക. അപ്പോൾ അതിനെ 1 പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം, അല്ലേ? ഇനി ഇതെന്താണ്? ഇത് നമുക്ക് കിട്ടേണ്ട ആർ എച്ച് എസ് ആണ്, ശരിയല്ലേ? നോക്കിയേ, ആണ്. അപ്പോൾ അതിനെ ഈക്വൽ ടു ആർ എച്ച് എസ് എന്ന് എഴുതി. എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് എന്ന് പ്രൂവ് ചെയ്തു. ക്ലിയർ അല്ലേ? ചെയ്യാൻ പറ്റുമല്ലോ എല്ലാവർക്കും? കൃത്യമായിട്ട് ചെയ്യണം. അതിന് ആദ്യം നമ്മൾ ഈ പറഞ്ഞ ഈ 2 ഐഡൻറ്റിറ്റീസ് കൃത്യമായി പഠിച്ചു വെച്ചേക്കുക. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻസിൻ്റെ കൂട്ടത്തിൽ എഴുതിയിട്ടുണ്ട്. എഴുതി തന്നിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് എല്ലാം നന്നായിട്ട് പഠിച്ചു വയ്ക്കണം, എങ്കിൽ പ്രോബ്ലം ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ മക്കളെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 8ാമത്തെ ക്വസ്റ്റ്യനാണ് എക്സസൈസിലെ. കോസ് ഓഫ് പൈ പ്ലസ് എക്സ് ഇൻറ്റു കോസ് ഓഫ് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് പൈ മൈനസ് എക്സ് ഇൻറ്റു കോസ് ഓഫ് പൈ ബൈ 2 പ്ലസ് എക്സ് കോട്ട് സ്ക്വയർ എക്സിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. തുടങ്ങാം. എൽ എച്ച് എസ് എടുക്കുന്നു. എൽ എച്ച് എസ് ഈക്വൽ ടു കോസ് ഓഫ് പൈ പ്ലസ് എക്സ് ഇൻറ്റു കോസ് ഓഫ് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് പൈ മൈനസ് എക്സ് ഇൻറ്റു കോസ് ഓഫ് പൈ ബൈ 2 പ്ലസ് എക്സ്. ഇത്രയാണ് കാര്യങ്ങൾ. ഇനി ഇതിനകത്ത് നമ്മൾ 1-2 കാര്യങ്ങളൊന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള മറ്റ് ചില കാര്യങ്ങളാണ്, മുമ്പ് പഠിച്ച കാര്യങ്ങൾ. ഒന്നാമതായിട്ട് ഈ കോസ് ഓഫ് പൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കോസ് ഓഫ് പൈ പ്ലസ് എക്സ്, പൈ പ്ലസ് വന്നാലും മൈനസ് വന്നാലും സെയിം ഫംഗ്ഷൻ ആണെന്ന് നമുക്കറിയാം. കോസ് ഓഫ് പൈ പ്ലസ് എക്സ് എന്ന് പറയുന്നത് സെയിം ഫംഗ്ഷൻ ഓഫ് എക്സ്, അതായത് കോസ് എക്സ് എന്ന് കിട്ടും. ഇനി പൈ പ്ലസ് എന്ന് പറയുമ്പോൾ അത് തേർഡ് ക്വാഡ്രൻ്റാണ്. തേർഡ് ക്വാഡ്രൻറ്റിൽ കോസിൻ്റെ സൈൻ നെഗറ്റീവ് അല്ലേ? അപ്പോൾ അത് മൈനസ് കോസ് എക്സ് എന്നല്ലേ വരിക. കോസ് ഓഫ് പൈ പ്ലസ് എക്സ് മൈനസ് കോസ് എക്സ്. ഇനി രണ്ടാമത്തെ ഇവിടെ കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ എടുപ്പുണ്ട്. അതെന്തുമായിരുന്നു? അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോസ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് തന്നെയാണ്, അല്ലേ? ആണ്. ഇനി നോക്കിയേ, കോസ് ഓഫ് മൈനസ് എക്സിന് കോസ് എക്സ് എന്ന്. ഡിനോമിനേറ്ററിൽ ഒരു സൈൻ ഓഫ് പൈ മൈനസ് എക്സ് ഉണ്ടല്ലോ. സൈൻ ഓഫ് പൈ മൈനസ് എക്സ്, പൈ പ്ലസ് വന്നാലും മൈനസ് വന്നാലും സെയിം ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ സൈൻ എക്സ് എന്ന് തന്നെ കിട്ടും. ഇനി
അത് ഏത് ക്വാഡ്രൻ്റാണ് പൈ മൈനസ് എന്ന് പറയുമ്പോൾ? പൈ മൈനസ് എന്ന് പറയുന്നത് അത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലല്ലേ വരുന്നത്? പൈ മൈനസ്, ഇവിടെ പൈ മൈനസ് സെക്കൻഡ് ക്വാഡ്രൻറ്റ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ്റെ ചിഹ്നം പോസിറ്റീവ് ആയതുകൊണ്ട് അത് പോസിറ്റീവ് സൈൻ എക്സ് ആയിരിക്കും. അടുത്തത് കോസ് ഓഫ് പൈ ബൈ 2 പ്ലസ് എക്സ്. പൈ ബൈ 2 പ്ലസ് ആയാലും മൈനസ് ആയാലും കോ ഫംഗ്ഷനാണ്, കോസിൻ്റെ കോ ഫംഗ്ഷൻ സൈൻ എക്സ് എന്ന് ആൻസർ കിട്ടും. ഇനി പൈ ബൈ 2 പ്ലസ് എന്ന് പറയുന്നത് പൈ ബൈ 2വിനേക്കാൾ കൂടുതൽ സെക്കൻഡ് ക്വാഡ്രൻറ്റിലേക്ക് വരും. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ കോസിൻ്റെ ചിഹ്നം നെഗറ്റീവാണ്, അതുകൊണ്ട് മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടി. ഈ കിട്ടിയ ഇത്രയും സാധനങ്ങളെ നമ്മൾ ഇതിനകത്തോട്ട് LHSൽ അതിൻ്റെ വാല്യൂ ആയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ സിമ്പിളായിട്ട് ഇതിൻ്റെ ആൻസറിന് കിട്ടും. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ആദ്യമേ ഈ പറഞ്ഞ കാര്യങ്ങൾ, മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് ഓർമ്മയിലുണ്ടാവണം. അപ്പോൾ ബാക്കിയൊന്ന് ചെയ്ത് നോക്കിക്കോ. എന്താ LHS ഈക്വൽ ടു കോസ് ഓഫ് പൈ പ്ലസ് എക്സിന് പകരം അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ മൈനസ് കോസ് എക്സ് കൊടുക്കുന്നു. മൈനസ് കോസ് എക്സ് ഇൻറ്റു കോസ് ഓഫ് മൈനസ് എക്സ്, അതിന് പകരം അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കോസ് എക്സ് കൊടുത്തു, ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് പൈ മൈനസ് എക്സ്, അതിന് പകരം സൈൻ എക്സ് ഇൻറ്റു കോസ് ഓഫ് പൈ ബൈ 2 പ്ലസ് എക്സ്. കോസ് ഓഫ് പൈ ബൈ 2 പ്ലസ് എക്സിന് പകരം മൈനസ് സൈൻ എക്സ്. ഓക്കെ, ഈക്വൽ ടു ന്യൂമറേറ്ററിൽ മൈനസ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് ബൈ ഡിനോമിനേറ്ററിൽ സൈൻ എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. രണ്ട് മൈനസ് ക്യാൻസലായി, മൈനസ് ബൈ മൈനസ് പോസിറ്റീവ് അല്ലേ, ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ്. കോസ് സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ബൈ സൈൻ എക്സ് ഹോൾ സ്ക്വയർ ആണ് അല്ലേ, ഹോൾ സ്ക്വയർ എന്നിടാം, ഈക്വൽ ടു കോസ് ബൈ സൈൻ കോട്ട് അല്ലേ, അപ്പോൾ കോട്ട് എക്സിൻ്റെ ഹോൾ സ്ക്വയർ എന്നായി. ഇനി കോട്ട് എക്സിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോട്ട് സ്ക്വയർ എക്സ്, കോട്ട് സ്ക്വയർ എക്സ്. ഈ കോട്ട് സ്ക്വയർ എക്സ് എന്തായിരുന്നു? നമ്മുടെ റിക്വയർഡ് RHS ആണ് അല്ലേ. അതാണ്ട് ഇവിടെ നോക്കി, കോട്ട് സ്ക്വയർ എക്സ് എന്നല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ അല്ലേ, ചെയ്യാൻ പറ്റുമല്ലോ. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്, കോസ് ഓഫ് 3π/2 പ്ലസ് എക്സ് ഇൻറ്റു കോസ് ഓഫ് 2π പ്ലസ് എക്സ് ഇൻറ്റു കോട്ട് ഓഫ് 3π/2 മൈനസ് എക്സ് പ്ലസ് കോട്ട് ഓഫ് 2π പ്ലസ് എക്സ് ഈക്വൽ ടു 1 എന്ന് പ്രൂവ് ചെയ്യണം. നമുക്കൊരു കാര്യം ചെയ്യാം, LHS എടുത്ത് അങ്ങോട്ട് ചെയ്തു തുടങ്ങാം. LHS ഈക്വൽ ടു കോസ് ഓഫ് 3π/2 പ്ലസ് എക്സ് ഇൻറ്റു കോസ് ഓഫ് 2π പ്ലസ് എക്സ് ഇൻറ്റു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് കോട്ട് ഓഫ് 3π/2 പ്ലസ് എക്സ് പ്ലസ് അല്ല മൈനസ് എക്സ് ഇൻറ്റു കോട്ട് ഓഫ് 2π പ്ലസ് എക്സ് ഈക്വൽ ടു 1 എന്ന് പ്രൂവ് ചെയ്യണം. ഒന്നുകൂടെ നോക്കിയേ, ഈ കോസ് ഓഫ് 3π/2 പ്ലസ് എക്സ് nπ/2 പ്ലസ് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 5/2 പ്ലസ് എക്സ് വന്നാൽ അത് കോ ഫംഗ്ഷൻ ആയിരിക്കും. കോസിൻ്റെ കോ ഫംഗ്ഷൻ സൈനാണ്, അപ്പോൾ സൈൻ എക്സ് എന്ന് കിട്ടി. 3π/2 പ്ലസ് എക്സ് എന്ന് പറയുന്നത് ഫോർത്ത് ക്വാഡ്രൻ്റാണ്. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസിൻ്റെ സൈൻ പോസിറ്റീവാണ്, അതുകൊണ്ട് പോസിറ്റീവ് സൈൻ എക്സ് എന്ന് അതിന് ആൻസർ കിട്ടി. ഇൻറ്റു കോസ് 2π പ്ലസ് എക്സ്, 2π വന്ന സെയിം ഫംഗ്ഷൻ, അപ്പോൾ കോസ് എക്സ്. ഇനി 2π പ്ലസ് എക്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ കോസിൻ്റെ സൈൻ പോസിറ്റീവ് ഇൻറ്റു കോട്ട് 3π/2 മൈനസ് എക്സ്. 3π/2 ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 മൈനസ് എക്സ് വന്നാൽ കോ ഫംഗ്ഷൻ, കോട്ടിൻ്റെ കോ ഫംഗ്ഷൻ ടാൻ എക്സ്. 3π/2 മൈനസ് എന്ന് പറയുമ്പോൾ അത് തേർഡ് ക്വാഡ്രൻ്റ് വരും. തേർഡ് ക്വാഡ്രൻറ്റിൽ കോട്ടിൻ്റെ സൈൻ എന്താണ്? പോസിറ്റീവാണ്, സോ പോസിറ്റീവ് ടാൻ എക്സ് പ്ലസ് കോട്ട് ഓഫ് 2π പ്ലസ് എക്സ്. 2π പ്ലസ് വന്നാലും മൈനസ് വന്നാലും സെയിം ഫംഗ്ഷൻ, അതുകൊണ്ട് കോട്ട് എക്സ് എന്ന ആൻസർ കിട്ടും. ഇനി 2π പ്ലസ് എക്സ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ്, ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ കോട്ടിൻ്റെ സൈൻ പോസിറ്റീവ്, എല്ലാം പോസിറ്റീവ് അല്ലേ അവിടെ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പോസിറ്റീവ് സൈൻ എക്സ് ഇൻറ്റു പോസിറ്റീവ് കോസ് എക്സ്, ദാറ്റ് ഈസ് സൈൻ എക്സ് കോസ് എക്സ്, സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു ടാൻ എക്സിനെ ഞാൻ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് റീപ്ലേസ് ചെയ്യുന്നു. അതുപോലെ കോട്ട് എക്സ്, ഈ കോട്ട് എക്സിനെ കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്നും റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നോക്കിയേ, സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു സൈൻ ബൈ കോസും അവിടുത്തെ അതിനകത്ത് കോസ് ബൈ സൈനും, ഇത് ഞാനങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്നാ കിട്ടും മക്കളെ?
സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് കിട്ടും. ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു ഈ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് നമുക്കറിയാമല്ലോ. 1 ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. മക്കളെ, ഇവിടുത്തെ സൈൻ എക്സും ഈ താഴത്തെ സൈൻ എക്സും വെട്ടിപ്പോയി, കോസ് എക്സും വെട്ടിപ്പോയി. ബാക്കി എന്താ ഉള്ളത്? അവിടെ 1 മാത്രമുണ്ട് അല്ലേ? ഈക്വൽ ടു 1. ഇനി ഈ 1 എന്ന് പറഞ്ഞാൽ എന്താ? എന്താ നോക്കി പ്രൂവ് ചെയ്യേണ്ടത്? എന്താ? 1 RHS ആണ് അല്ലേ? അപ്പോൾ LHS ഈക്വൽ ടു RHS എന്ന് കിട്ടി. നല്ലൊരു ക്വസ്റ്റ്യനാണ്, ചെയ്ത് നോക്കണം. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസും ഒന്ന് ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കിയിട്ട് ബാക്കി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പ്രാക്ടീസ് ചെയ്യണേ, നല്ലപോലെ ചെയ്ത് പഠിക്കണേ.